ഏതാണ്ട് 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സരസ് മേള ഇവിടെ കേരള സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയതിൽ അത്യുജ്വലമായിട്ടുള്ള സ്ത്രീകളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിലുള്ള സ്ത്രീകൾക്ക് കൂടി അവരുടെ കരകൗശല വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനാവുന്ന വിധത്തിലാണ് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുമായി സംസാരിച്ച സമയത്ത് അത്യന്തം ആവേശത്തോടു കൂടിയിട്ടാണ് അവർക്ക് ഈ മേളയുടെ ഭാഗമായിട്ട് അവരുടെ സ്റ്റാളുകളിൽ നിന്ന് വലിയ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെറിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുന്നതിനും ഉതകുന്ന വിധത്തിൽ ഈ മേളകൾ ഒരു വർഷത്തിൽ 2-3 തവണ വിവിധ ജില്ലകളിലായിട്ട് നടത്തുന്നത് ഉചിതമായിരിക്കും. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രൂപത്തിൽ ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ എല്ലാ വിധത്തിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർ അതിന് സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേള വ്യക്തമാക്കുന്നത്. മേളയെ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് കോഴിക്കോടിലെ ജനത സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഇന്ന് സമാപനം കുറിക്കുന്ന ദിവസമാണെങ്കിലും ആബാലവൃദ്ധം ജനങ്ങൾ ഈ മേളയുടെ ഭാഗമായിട്ട് സ്റ്റാളുകളിൽ നിറയെ സാന്നിധ്യമായിട്ടുണ്ടായിട്ടുണ്ട്. വളരെ വളരെ അധികം സന്തോഷമുണ്ട്. ഈ മേളയുടെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കിക്കൊടുക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മേളക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ 2-3 മാസത്തിൽ ഒരിക്കൽ വിവിധ ജില്ലകളിലായിട്ട് ഈ മേള സംഘടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്നുകൂടി അഭിപ്രായപ്പെടുകയാണ്.